വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 12th ചാപ്റ്റർ എക്സ്പോണൻറ്റ്സ് ആൻഡ് പവേഴ്സ് ചാപ്റ്ററിൻ്റെ എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാല്യൂ ഓഫ് 2⁻4 ഇൻറ്റു 3⁻3 ഈസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ 2⁻4 എന്നാണ് അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം കറക്റ്റ് ചെയ്തിട്ട്? 2⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഇൻറ്റു, ദെൻ 3⁻3. 3⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 3 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, 2 2s are 4, 4 2s are 8, 8 2s are 16. അപ്പോൾ 2 എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടിയല്ലേ. അപ്പോൾ ഇൻറ്റു അടുത്തത് 3 3s are 9, 9 3s are 27. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 432 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെടുത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുള്ളത്. എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്ത് എഴുതിയതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 2 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, ദെൻ 3 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, എന്നിട്ട് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 432 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, 9 ഇൻറ്റു 10⁻2 പ്ലസ് 3 ഇൻറ്റു 1/10⁻1 പ്ലസ് 5 ഇൻറ്റു 1/10⁻2. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് മനസ്സിലായി, ഇതൊരു എക്സ്പാൻഡഡ് ഫോമിലോട്ടാണല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് നോക്കാം നമുക്ക്. 9 ഇൻറ്റു 10⁻2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10⁻2 എന്ന് പറയുമ്പം നമുക്കറിയാം 10⁻2 മീൻസ് 10 2 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 100. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 9 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. സോ ഞാൻ ആ 9 എടുത്ത് എഴുതി. അപ്പോൾ ഇത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ് എടുത്ത് എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ടെൻസിൻ്റെ പ്ലേസിലെ നമ്പർ വേണം. അപ്പം നമ്മൾ ഇതേ ഇവിടെ നോക്കിയപ്പം രണ്ടാമത് എന്താ കിടക്കുന്നത്? 3 ഇൻറ്റു 1/10⁻1. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ 1 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളതാണ് പിന്നീട് ഇങ്ങോട്ടുള്ളതെന്ന് അല്ലേ. അപ്പോൾ ഡെസിമൽ പോയിന്റിന് മുമ്പായിട്ടുള്ള നമ്പർ ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്കത് കറക്റ്റ് ചെയ്ത് എഴുതണ്ടേ. അപ്പോൾ 10⁻2 എന്ന് പറഞ്ഞപ്പോൾ 9 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ടെൻസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല എന്ന് പിടികിട്ടി. അപ്പോൾ നമ്മൾ എന്തിട്ട് കൊടുത്തു? ഒരു 0 ഇട്ട് കൊടുത്തു. ഇപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ ആളായി. ഇനി അടുത്ത് ആര് വേണം? വൺസിൻ്റെ പ്ലേസിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്തായി? വൺസിൻ്റെ പ്ലേസിൽ ആളുമായി. ഇനി എന്തിട്ട് കൊടുക്കണം? ഡെസിമൽ പോയിന്റ്. കണ്ടല്ലോ. ഇനി നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 ഇൻറ്റു 1/10⁻1 എന്നാണ് അല്ലേ. 1 ഈ ഇങ്ങനെ 1/10⁻2 ആ പവേഴ്സ് വരുമ്പോഴേ നമ്മൾ ഓർത്തോണം അത് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളതാണ് തന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 1/10⁻1 10⁻1 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ പിടികിട്ടിയത്? 10 ഒരു തവണയേ ഉള്ളൂ, അതായത് അത് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണെന്ന് നമുക്ക് പിടികിട്ടി. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് പ്ലേസ് വാല്യൂ നോക്കുന്നത്? ടെൻസ്, ഹൺഡ്രഡ്സ് എന്നും പറഞ്ഞിട്ടാണല്ലേ നോക്കുന്നത്. സോ ഇത് ടെൻസിൻ്റെ പ്ലേസിലാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ 3 എടുത്ത് ടെൻസിൻ്റെ പ്ലേസിൽ എഴുതി. അടുത്തത് 5 ഇൻറ്റു 1/10⁻2. 10⁻2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. അപ്പം ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ എന്ത് എഴുതണം? 5. കണ്ടോ? ടെൻസിൻ്റെ പ്ലേസിൽ 3 വന്നു, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5 വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 900.35. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി പാടൊന്നുമില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഓർത്തോണം ഡെസിമൽ പോയിന്റിന് കഴിഞ്ഞ് നമ്മൾ പ്ലേസ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെപ്പോഴും ഓർമ്മ വേണം. അതേപോലെ തന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? എക്സ്പാൻഡഡ് ഫോമിൽ ഇതേ കണക്ക് 1/10⁻, എത്രയാണെന്ന് വെച്ചാൽ അത് അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർമ്മ വേണമേ.
അടുത്ത ക്വസ്റ്റ്യൻ 9⁻0 - 2⁻0 എന്താണ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എക്സ്പോണൻറ്റ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? a⁻0 = 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലോയാണ്. അതായത് ഏത് നമ്പർ റൈസ് ടു 0 വന്നാലും നമുക്ക് 1 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ 9⁻0 എന്ന് വെച്ചാൽ അന്നേരം എന്താണ്? 1 ആണ് അല്ലേ. അതേപോലെ 2⁻0 എന്ന് വെച്ചാൽ എന്താണ് ആൻസർ? 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 1 - 1 എന്താ കിട്ടുന്നത് നമുക്ക് ആൻസർ? 0. കണ്ടോ? അപ്പം എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് -7 × -7 × -7 ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ടാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഒന്നും കണ്ടെത്തണ്ട, പകരം നമ്മൾ ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ടാക്കി എഴുതിയാൽ മതി. അപ്പോൾ അതെങ്ങനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ടാക്കേണ്ടുള്ളത്? ഇവിടെ 7 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ആണ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 7 then 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് 7⁻3 എന്ന് എഴുതാം. ഇനിയിപ്പോൾ ആൻസർ കറക്റ്റ് ആയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദേ ഇവിടെ -7 കിടപ്പുണ്ട്, സോറി -സൈൻ കിടപ്പുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ -സൈന് നമ്മളൊന്ന് എണ്ണി നോക്കണം എത്ര തവണയാണ് വന്നിരിക്കുന്നതെന്ന്. ഇതാ 1 2 3. അപ്പോൾ ഇത് 3 ടൈംസ് ആണ് -സൈൻ വന്നിരിക്കുന്നത്. അതായത് ഓഡ് നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഓഡ് നമ്പറിൽ നമ്മുടെ -സൈൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ആൻസറിൻ്റെ കൂടെ എന്ത് കാണും? നെഗറ്റീവ് സൈൻ കാണും. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ആൻസർ എത്രയായി കിട്ടിയത്? -7⁻3. ഇപ്പോൾ പിടികിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഈവൻ നമ്പറിലാണ് നമ്മുടെ നെഗറ്റീവ് സൈൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൻ്റെ കൂടെ എന്തായിരിക്കും കാണുന്നത്? പോസിറ്റീവ് ആയിരിക്കും കാണുന്നത്. 1 2 3 4 എത്ര -സൈൻ ഉണ്ട്? 4 ആണ്. അതായത് ഈവൻ നമ്പറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ കൂടെ എന്ത് സൈൻ ഇട്ട് കൊടുക്കണം? പോസിറ്റീവ് സൈൻ. അതേസമയം നെഗറ്റീവ് സൈൻ ഓഡ് നമ്പറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസറിൻ്റെ കൂടെ എന്താ ഇട്ട് കൊടുക്കേണ്ടുള്ളത്? നെഗറ്റീവ് സൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -2⁻⁻5 × -2⁻6 ഈസ് ഈക്വൽ ടു ഡാഷ്. എങ്ങനെ കണ്ടെത്തുക? ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. -2⁻⁻5 × -2⁻6 എങ്ങനെ കണ്ടെത്തും ഇതിൻ്റെ ആൻസർ? നമുക്കിവിടെ ഒരു ലോ അപ്ലൈ ചെയ്യാം അല്ലേ. എന്ത് ലോയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതാ ഇവിടെ നോക്കിക്കേ. സെയിം ബേസ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഡിഫറെൻറ്റ് എക്സ്പോണൻറ്റ്. അപ്പം നമ്മൾ എന്ത് ലോയാണ് പഠിച്ചിട്ടുള്ളത്? ഇങ്ങനൊരു ലോ പഠിച്ചിട്ടില്ലേ? a⁻m × a⁻n = a⁻m+n. ഇതാ ഇവിടെ നോക്കിക്കേ, സെയിം ബേസ് ആണ്, ഡിഫറെൻറ്റ് എക്സ്പോണൻ്റ് ആണ്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബേസ് എടുത്ത് അതുപോലെ എഴുതിയിട്ട് എക്സ്പോണൻ്റ് തമ്മിൽ ആഡ് ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇവിടുത്തെ ബേസ് രണ്ടിടവും -2 ആണ്. അപ്പോൾ അത് നമുക്കെടുത്ത് അങ്ങനെ തന്നെ എഴുതാം. ഇവിടുത്തെ എക്സ്പോണൻ്റ് എന്തൊക്കെയാണ്? -5ഉം 6ഉം അല്ലേ. ഡിഫറെൻറ്റ് എക്സ്പോണൻ്റ് ആണ്. സോ അത് തമ്മിൽ നമുക്ക് എന്താ ചെയ്യേണ്ടുള്ളത്? ആഡ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് കിട്ടും? -2 എന്താ കിട്ടുന്നത്? ദേ നോക്കിക്കേ, നമുക്ക് ഇവിടെ എക്സ്പോണൻ്റ് കിടക്കുന്നത് -5 + 6 ആണ്. അപ്പോൾ പ്ലസും മൈനസും ആണ് വന്നിരിക്കുന്നത്. പ്ലസും മൈനസും വന്നാൽ നമുക്കറിയാം മൈനസ് ചെയ്തിട്ട് ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ -2⁻1 -2⁻1 എന്ന് വെച്ചാൽ എന്താ മക്കൾസ് ആൻസർ? -2 തന്നെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ നമുക്ക് കിട്ടിയത്? -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് 0.00000837 ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതിനെ നമ്മളെടുത്ത് സ്റ്റാൻഡേർഡ് ഫോമിലോട്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം. ദേ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 8 ആണ്. അതിനുശേഷം നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള നമ്പർ ഇവിടെ എടുത്ത് അങ്ങനെ തന്നെ എഴുതണം. കണ്ടോ നമ്മൾ ചെയ്ത പരിപാടി? അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കാൻ പറഞ്ഞപ്പോൾ 0 അല്ലാത്ത ആദ്യത്തെ നമ്പർ ഇവിടെ ഏതാണ്? 8 ആണ് അല്ലേ. അപ്പോൾ ആ 8 കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കണം? പോയിന്റ് ഇട്ട് കൊടുക്കണം.
അതായത് ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് എടുത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ ഏതാണ്? 8. അപ്പോൾ 8 കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. ദെൻ 3 7 എടുത്ത് അതുപോലെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? ഇനി ടെൻസിൻ്റെ പവേഴ്സിലാക്കി എഴുതണം അല്ലേ? ഇൻറ്റു 10⁻². ഇനി ഇതെങ്ങനെയാണ് നമ്മൾ പവേഴ്സിലാക്കി എഴുതുന്നത്? ഇതാ നോക്കിക്കേ, ഇവിടെ കിടന്ന 0-നെയാണ് നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് 8ൻ്റെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്. അതായത് ഇവിടുത്തെ പോയിന്റ് അവിടുന്ന് സ്ഥലം മാറി നമ്മുടെ 8-ന് ശേഷം വന്നു. അങ്ങനെയല്ലേ ചെയ്തത്? അപ്പോൾ ഈ ആരോ മാർക്ക് എങ്ങോട്ടാണ് പോയത് ഷിഫ്റ്റ് ആവാനായിട്ട്? റൈറ്റിലോട്ട്. അപ്പോൾ റൈറ്റിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസിമൽ പോയിന്റ് പ്ലേസ് മാറുന്നത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ നമ്മൾ എന്തൊരു എക്സ്പോണൻ്റ് ആണെന്നറിയാം യൂസ് ചെയ്യേണ്ടുള്ളത്? നെഗറ്റീവ് എക്സ്പോണൻ്റ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 10⁻⁻. എപ്പോഴും ഓർത്തോണം, റൈറ്റ് സൈഡിലോട്ടാണ് നമ്മുടെ ഈ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടുള്ളത് എന്താണ്? നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടുള്ളത്. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ നമ്പർ അറിയണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ മാറിയിട്ടാണ് ഈ പോയിന്റ് ഇവിടെ ഇട്ടതെന്ന് നമ്മൾ നോക്കണം. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 നമ്മുടെ ഈ 8ഉം കൂട്ടണം കേട്ടോ. അപ്പോൾ 8. അപ്പോൾ എത്ര നമ്പേഴ്സാണ് മാറിയത്? മൊത്തത്തിൽ 8 നമ്പേഴ്സ്. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 8.37 ഇൻറ്റു 10⁻⁻8. ഇപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഉള്ളത്. ഓക്കെ, ഇനിയിപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റൈറ്റിലോട്ട് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇതിന് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് 837 ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ഇതിൻ്റെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റാനായിട്ട്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കി മാറ്റുന്നത്? ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല അല്ലേ? പക്ഷെ നമുക്കറിയാം ഏതൊരു നമ്പറിൻ്റെയും ലാസ്റ്റ് എന്ത് കാണും എന്നുള്ളത് നമുക്കറിയാം. ഡെസിമൽ പോയിന്റ് കാണും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇതെന്തായി? 837 എന്നായി അല്ലേ? അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇടേണ്ടുള്ളത്. അപ്പം 8.37 ഇൻറ്റു ഇനി ടെൻസിൻ്റെ പവേഴ്സിലാക്കി എഴുതണം. അപ്പോൾ ഇൻറ്റു 10⁻². ഇനി ഇവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഡെസിമൽ പോയിന്റ് ഇപ്പോൾ എവിടോട്ട് വന്നു? ഇങ്ങോട്ട്, ഈ 8ൻ്റെ അടുത്തോട്ടാണ് അല്ലേ വന്നത്. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ നിന്നും ഷിഫ്റ്റായി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അതായത് ലെഫ്റ്റിലോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ ആയാൽ ലെഫ്റ്റിലോട്ട് വന്നാൽ നമ്മൾ എന്തൊരു എക്സ്പോണൻ്റ് ആയിരിക്കും എന്നറിയാം യൂസ് ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇവിടെ 10⁻² പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി 10⁻² എത്ര ഇടേണ്ടുള്ളത്? നോക്കിക്കേ, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോഴേ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് വന്നത്? 1 2 2 നമ്പർ കഴിഞ്ഞിട്ടാണ് അല്ലേ വന്നത്. സോ നമുക്കിവിടെ എന്ത് എഴുതാം? 10⁻² എന്ന് എഴുതാം. ഇപ്പോൾ പിടികിട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സ്പ്രസ് ഇൻ യൂഷ്വൽ ഫോം. അപ്പോൾ യൂഷ്വൽ ഫോമിലോട്ട് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. 3.02 ഇൻറ്റു 10⁻⁻6. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇവിടെ നമുക്ക് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളിതേ ഈ 3.02 ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആയതുകൊണ്ട് അത് ഡിവിഷനിൽ ഇടണം. അതായത് ഇത് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണല്ലോ, അതിനെ നമ്മൾ പോസിറ്റീവിലാക്കാനായിട്ടാണ് അതിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് അടിയിൽ കൊണ്ടുവരുന്ന. അതുകൊണ്ടാണ് ഞാനിവിടെ ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് എഴുതിയത്. കണ്ടോ? ഇപ്പം നെഗറ്റീവിനെ നമ്മൾ പോസിറ്റീവിലോട്ടാക്കി ഇവിടെ എഴുതി. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? 3.02 ബൈ 10⁻6നെ അതെ 3.02 ബൈ 10⁻6 എന്ന് വെച്ചാൽ എന്താണ്? 1 ഇട്ടിട്ട് 0 6 തവണ ഇട്ട് കൊടുക്കണം അല്ലേ? അതായത് 10⁻6 ആകുമ്പോൾ 6 ടൈംസ് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. 3 4 1 2 3 4 5 6. കണ്ടോ? ഇങ്ങനെ വരും. ഇനി നമുക്ക് എഴുതാൻ ഈസി അല്ലേ? ഇനി നമുക്കറിയാം ഡെസിമൽ പോയിന്റ് എങ്ങനെ ഇനി നമുക്ക് ആക്കി ഇടേണ്ടുള്ളത്. നമ്മൾ ഈ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളതിനെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. പകരം നമ്മൾ എന്താ നോക്കേണ്ടുള്ളത്? 3നെ നോക്കണം.
എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇനി ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടുള്ളത്? ഇവിടെ താഴെ 6 സീറോസ് അല്ലേ ഉള്ളത്. അപ്പോൾ 6 നമ്പർ മാറിയിട്ട് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയിന്റിന് ശേഷമുള്ളത് നമ്മളിപ്പം മൈൻഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 നമുക്കിവിടെ എടുത്ത് എഴുതാം. മൊത്തം 6 നമ്പേഴ്സാണ് നമുക്കിവിടെ വേണ്ടുള്ളത്. നമുക്കിവിടെ ഒരെണ്ണവേ ഉള്ളൂ. ബാക്കി ഇല്ലാത്തടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? സീറോസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 6 നമ്പർ ആയോ എന്ന് നോക്കാം. 1 2 3 4 5 6 6 നമ്പേഴ്സായി. ഇനി നമുക്ക് നമ്മുടെ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. ടീച്ചേഴ്സ് ഈ പോയിന്റ് കാണുന്നതിന് വേണ്ടി സൈഡിൽ ഒരു സീറോയും ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടുള്ളത്? നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള നമ്പർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ എടുത്തങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോഴേ ഡെസിമൽ പോയിന്റ് ഒന്നും എടുത്ത് ഇട്ട് കൊടുക്കല്ലേ. ഈ നമ്പറാണ് നമ്മളെടുത്ത് കൂടെ ഇട്ട് കൊടുക്കേണ്ടുള്ളത്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? ഇത്. ഇപ്പോൾ പിടികിട്ടിയോ എങ്ങനെയാണ് യൂഷ്വൽ ഫോമിലോട്ട് ആക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടോളെന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 2.001 × 10⁻⁹ ഇതിനെയും യൂഷ്വൽ ഫോമിലോട്ട് ആക്കാനാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഈസി അല്ലേ ചെയ്യാനായിട്ട്. 10⁻⁹ എന്ന് പറയുമ്പോൾ നമ്മൾ സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10⁻⁹ എന്ന് പറയുമ്പോൾ 1 ഇട്ട് കൊടുത്തിട്ട് 9 ആണ് ഇവിടെ. അപ്പോൾ 9 സീറോസ്. 1 1 2 3 4 5 6 7 8 9 സീറോസ് ഇട്ട് കൊടുത്തു. ഇനി എങ്ങനെ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക? ഒരു പാടും ഇല്ല കേട്ടോ. ഇതിന് നമ്മൾ പോയിന്റ് ഇല്ലാതെ എടുത്തങ്ങ് എഴുതണം. അതായത് 2.001 ഒരു ഡെസിമൽ പോയിന്റും ഇല്ലാതെ നമ്മൾ എടുത്തങ്ങ് എഴുതുക. കണ്ടോ? ഇനി എന്താ അടുത്ത പരിപാടി എന്നറിയാവോ? ഇവിടെ മൊത്തത്തിൽ എത്ര സീറോസ് ഉണ്ടായിരുന്നു? 9 സീറോസ് ആണല്ലോ. ഈ 9 സീറോസും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9. കണ്ടോ? അതും നമ്മൾ ചെയ്തു. ഫസ്റ്റിലെ നമ്മൾ എന്താ ചെയ്തത്? ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആ നമ്പർ എടുത്ത് എഴുതി. പിന്നെ ഇവിടെ 9 സീറോസ് ഉണ്ടായിരുന്നു. ആ 9 സീറോസ് നമ്മളിവിടെ ഇട്ട് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ? നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര നമ്പർ മാറിയിട്ടാണ് ഡെസിമൽ പോയിന്റ് ഇട്ടേന്ന് നോക്കണം. അപ്പോൾ 1 2 3 നമ്പേഴ്സ് മാറിയിട്ട്. അപ്പോൾ ആൻസറിൽ എന്ത് ചെയ്യണം? 3 നമ്പർ മാറിയിട്ട് ഡെസിമൽ പോയിന്റ് ഇടണം. നമുക്ക് നോക്കാം. 1 2 3. കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇങ്ങനെ എത്ര നമ്പർ മാറിയിട്ടാണ് ഇടേണ്ടുള്ളതെന്ന് നോക്കേണ്ടുള്ളത് ഇവിടെ നിന്നാണ്, അല്ലാതെ ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ് നോക്കേണ്ടുള്ളത്. തെറ്റിക്കല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 2001. അപ്പോൾ ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 6 സീറോസ് അല്ലേ? അപ്പോൾ 1 2 3 4 5 6. ഓക്കെ ആയല്ലോ? അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പാൻഡഡ് ഫോമിലോട്ട് ആക്കാനാണ് അല്ലേ? 32.005. ഇതിനെ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്നത് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ കൊച്ചു സ്കൂളിലല്ല, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ 314 ഇതിനെ എക്സ്പാൻഡഡ് ഫോമിലോട്ട് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു? ഇത് 100, ഇത് ടെൻസിൻ്റെ പ്ലേസ്, ഇത് വൺസിൻ്റെ പ്ലേസ് എന്നൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 3 × 100 + 1 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 1 × 10 + 4 വൺസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 4 × 1 ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടുള്ളത്? ഈ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ഈ 32 നമ്മൾ എഴുതേണ്ടുള്ളത്. കണ്ടോ? അപ്പോൾ അതിന് നമുക്കൊന്ന് എഴുതാം. നമുക്ക് പ്ലേസ് വാല്യൂ ഇട്ട് കൊടുക്കാം. വൺസ് ടെൻസ്. അപ്പം ടെൻസ് എന്നാണ് തുടങ്ങേണ്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10⁻1. ടെൻസ് ആകുമ്പോൾ 10⁻1. ഓക്കെ. പ്ലസ് അടുത്തത് 2 അടുത്ത എന്താണ്? വൺസിൻ്റെ പ്ലേസ്. അപ്പോൾ 2 × 1 നമുക്ക് ആദ്യം എഴുതാം. സാധാരണ രീതിയിൽ എഴുതിയിട്ട് പിന്നെ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് ആക്കി എഴുതാം കേട്ടോ. അപ്പം എക്സ്പാൻഡ് 3 to 32.005 ഇൻ എക്സ്പോണൻഷ്യൽ ഫോമിലാണ് ഇതാക്കി എഴുതേണ്ടുള്ളത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഫൈനലി ചെയ്യേണ്ടുള്ളത്. അപ്പം ദെൻ ഫസ്റ്റിലെ നമ്മൾ പഠിച്ചതുപോലെ നമുക്കൊന്ന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാം. അതാണ് 3 × 10 + 2 × വൺസിൻ്റെ പ്ലേസിലായതുകൊണ്ട് 2 × 1.
ഇനി എന്തുണ്ട് പ്ലസ്. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 0.005 എങ്ങനെ എഴുതും നമ്മൾ? എങ്ങനെയാണെന്നറിയാമോ എഴുതേണ്ടുള്ളത്? ഡെസിമൽ പോയിന്റിന് ശേഷം എപ്പോഴും പ്ലേസ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസിലായിരിക്കും. അപ്പം ഇത് 10, ഇത് 100, ഇത് 1000. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടുള്ളത്? ഇതേപോലെ. ഇപ്പം ഇവിടെ 0 ആണല്ലോ, അപ്പം 0 ഇൻറ്റു 10 എന്ന് എഴുതാൻ പാടില്ല. ഡെസിമൽ പോയിന്റിന് ശേഷം ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതാകൂ? 0/10 എന്നേ എഴുതാൻ പാടുള്ളൂ. സോ നമുക്ക് അങ്ങനെ എടുത്ത് എഴുതാം. 0/10 പ്ലസ് അടുത്തത് 100ൻ്റെ പ്ലേസിൽ, സോ 0/100. പിന്നെ എങ്ങനെ എഴുതാം? പ്ലസ് അടുത്ത 5 ആണ് 1000ൻ്റെ പ്ലേസിൽ, അപ്പോൾ 5/1000. കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. 3 × 10 പ്ലസ് 2 × 1 പ്ലസ് ഈ 0/10ഉം 0/100 എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇതുമില്ല അല്ലേ, രണ്ടും 0 തന്നെയാണ്. സോ നമുക്ക് അത് വേണ്ട. ഇനി 5/1000 എന്ന് എഴുതിയാൽ മതി. കണ്ടോ? ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡഡ് ഫോമിലോട്ട് ആക്കാം. 3 × 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10⁻1, അതായത് എക്സ്പൊണൻഷ്യൽ രീതിയിലാക്കി എഴുതിയാണേ. പ്ലസ് 2 × 1 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? 2 × 1 ആണല്ലേ ഇവിടെ കിടക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 10ൻ്റെ പവറിലാക്കി എങ്ങനെ എഴുതാൻ പറ്റും? 10⁻0 എന്ന്. എന്താ കാരണം? 10⁻0 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10⁻0 പ്ലസ് 5 × നോക്കിക്കേ, ഇവിടെ 5/, ആണ് വന്നിരിക്കുന്നത്. 5/1000 എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടുള്ളത്? നെഗറ്റീവ് എക്സ്പോണൻറ്റ്. അപ്പോൾ 10⁻⁻, എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ എന്ന്. ഇപ്പോൾ പിടികിട്ടിയോ? എക്സ്പാൻഡഡ് ഫോമിൽ എങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ രീതിയിലാക്കി എഴുതുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദ റിസൾട്ട് ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. ഇത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 3⁻³ ഡിവൈഡഡ് ബൈ 3⁻6 × 3⁻2. ഇവിടെ നോക്കിയപ്പം ഈ ഡിവിഷനിൽ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ടിടത്തും സെയിം ബേസ് ആണല്ലേ ഉള്ളത്. സെയിം ബേസ്, ഡിഫറെൻറ്റ് എക്സ്പോണൻറ്റ്, ഡിവിഷൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോണൻഷ്യൽ ലോ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ എന്ത് ലോയാണ് പഠിച്ചിട്ടുള്ളത്? a⁻m ഡിവൈഡഡ് ബൈ a⁻n is equal to a⁻m - n. നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? എങ്ങനെയാണ് ഇവിടെ സെയിം ബേസും ഡിഫറെൻറ്റ് എക്സ്പോണൻറ്റും തന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോഴാണ് ഈ ഒരു ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? സെയിം ബേസ് ആണല്ലേ, രണ്ടിടവും 3 തന്നെ. അപ്പോൾ ആ ബേസ് എടുത്ത് അതുപോലെ എഴുതി. ദെൻ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? നമ്മൾ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം അല്ലേ. അപ്പം -3, ഇവിടുത്തെ മൈനസ്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള -6, അതിനെ നമുക്കൊന്ന് ബ്രാക്കറ്റിലാക്കി എഴുതാം. ഇനി എന്തുണ്ട്? ഇൻറ്റു 3⁻². അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഏത് ലോയാണ് അപ്ലൈ ചെയ്തതെന്നുള്ളത് ബ്രാക്കറ്റിൽ എടുത്ത് എഴുതാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 3⁻³ ഇവിടെ നോക്കിക്കേ, മൈനസ് ഇൻറ്റു മൈനസ് എന്ത് കിട്ടും? പ്ലസ്. അപ്പോൾ +6 × 3⁻². ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 3⁻³ -3 + 6. അപ്പോൾ പ്ലസും മൈനസും ആണ്. മൈനസ് ചെയ്തിട്ട് ബിഗസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. മൈനസ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലേ. ബിഗസ്റ്റ് നമ്പർ 6 ആണ്, അതിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ 3 തന്നെ. അപ്പോൾ ഇൻറ്റു 3⁻². ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇനി ഇവിടെ എന്ത് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. a⁻m × a⁻n is equal to a⁻m + n. അപ്പോൾ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്തുകൂടെ? എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? സെയിം ബേസ്, ഡിഫറെൻറ്റ് പവർ തന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് എഴുതാം 3, ആ ബേസ് അതേപടി എടുത്ത് എഴുതി പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 3 + 2. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇതേപോലെ ലോ എടുത്ത് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. അടുത്തത് 3⁻3 + 2 എത്രയാണ്? 5. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 3⁻5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കാം. അടുത്തത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3⁻⁻5 × 10⁻⁻5 × 125 by 5⁻⁻7 × 6⁻⁻5.
അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടുള്ളത്? നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ്, ഇവിടെയും നെഗറ്റീവ് എക്സ്പോണൻ്റ്, അതേപോലെ തന്നെ താഴെയും നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ നെഗറ്റീവ് എക്സ്പോണൻറ്റിൽ കിടക്കുന്നവരെ നമ്മൾ പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ടാക്കി എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു മൈനസ് ഇസ് ഈക്വൽ ടു 1 ബൈ എ റൈസ് ടു എം എന്നുള്ള ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണിത്? അതായത് നെഗറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബേസ് ആയ എയുടെ റെസിപ്രോക്കൽ കാണണം അല്ലേ? എയുടെ റെസിപ്രോക്കൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബൈ 1 എന്നാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1 ബൈ എ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? നെഗറ്റീവിലായിരുന്ന ആ എക്സ്പോണൻറ്റിനെ നമ്മൾ പോസിറ്റീവിലോട്ടാക്കി എഴുതണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പ്രവൃത്തി തന്നെ വേണം നമ്മൾ ഇവിടെയും ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ പക്ഷേ ഈസിയാണ്. നമ്മൾ എന്താണ് 3 റൈസ് ടു മൈനസ് 5 ഇതിനെ നമ്മൾ എന്താണ് പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ റെസിപ്രോക്കലാണ് കാണേണ്ടുള്ളത്. ദാറ്റ് മീൻസ് ഇതിനെ എടുത്ത് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ അവിടെ എഴുതി വെച്ചാൽ മതി അല്ലേ? എന്നിട്ട് ഇത് രണ്ടും അതേപോലെ നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണ് കിടക്കുന്നത്. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? മുകൾ ഭാഗത്തും കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് എന്തായി? ഇതിൻ്റെ റെസിപ്രോക്കലും നമ്മൾ കണ്ടു, അതേപോലെ താഴത്തേൻ്റെ റെസിപ്രോക്കലും കണ്ടു അല്ലേ? അതായത് ഞാൻ കാണിച്ചു തരാം. ഈ 3 റൈസ് ടു മൈനസ് 5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 അത് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അത് താഴോട്ട് പോകേണ്ടുള്ളതാണ് അല്ലേ? അതായത് നമ്മൾ റെസിപ്രോക്കൽ വരുമ്പം ഇത് നമ്മൾ താഴോട്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് 5 റൈസ് ടു മൈനസ് 7 ഇൻറ്റു 6 റൈസ് ടു മൈനസ് 5. അപ്പോൾ ഇത് നെഗറ്റീവിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടുള്ളത്? മുകൾ ഭാഗത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ആ എക്സ്പോണൻറ്റിനെ നമ്മൾ പോസിറ്റീവിലോട്ടാക്കി അങ്ങ് എഴുതണം. കണ്ടോ? എന്നിട്ട് ഇവിടെ ഇനി എന്തുണ്ട്? ബാലൻസ് ഇൻറ്റു 125 ഡിവൈഡഡ് ബൈ. ഇനി എന്താ ചെയ്യേണ്ടത്? മുകളിലുള്ളതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് എഴുതണം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ 3 റൈസ് ടു മൈനസ് 5 അപ്പോൾ ഇതിനെ പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ റെസിപ്രോക്കൽ കാണണമെന്ന് 3യുടെ. അപ്പോൾ ഇങ്ങനെ വരുന്നത് 1 ബൈ 3 റൈസ് ടു ഇതിനെ പോസിറ്റീവിലോട്ടാക്കി എഴുതണം. അപ്പോൾ ഇത് എവിടെയാണ് വന്നത്? ഡിനോമിനേറ്റർ ഭാഗത്തല്ലേ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ പിടിച്ച് താഴോട്ട് അങ്ങ് എഴുതി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ 3 റൈസ് ടു 5 ഇൻറ്റു അടുത്ത 10 റൈസ് ടു മൈനസ് 5 അതും എന്തായി? 10 റൈസ് ടു 5 എന്നായി അല്ലേ? ഇനി വേറൊന്നും ഇല്ലല്ലോ, തീർന്നു. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? ഇനി ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 6 റൈസ് ടു 5 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന ബേസ് വേറെ ഇവിടെ എങ്ങുമില്ല. അപ്പോൾ ഈ 6നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം നമുക്ക്? 5 റൈസ് ടു 7 ഇൻറ്റു 6 എന്ന് പറയുന്നത് നമുക്കറിയാം. 3 ഇൻറ്റു 2 എന്താണ്? 6 ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? 10 റൈസ് ടു ഇവിടെ എന്തുണ്ട്? പവർ 5 ഉണ്ട്. ഇൻറ്റു ഇനി 125 എന്ന് പറയുമ്പോൾ നമുക്കതിനെ 5ൻ്റെ പവറിലോട്ടാക്കി എഴുതിക്കൂടെ? കാരണം എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് പവറിലോട്ട് ചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നേക്ക് ചെയ്തേക്കണവേ. അപ്പോൾ 125 നമുക്ക് എങ്ങനെ 5ൻ്റെ പവറിലാക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ 5 2s are 10 5 5s are 25 5 5s are 25 5 1s are 5 അതായത് 5 റൈസ് ടു 3 ആണ് എന്തെന്ന് പറയുന്നത്? 125 എന്ന് പറയുന്നത് അല്ലേ? 5 ഇവിടെ 3 തവണയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ് ടു 3 എന്ന് എഴുതാം. കണ്ടോ? 5ൻ്റെ ക്യൂബാണ് 125. അപ്പോൾ നമുക്ക് 125ന് പകരം 5യുടെ പവറിലാക്കി 5 റൈസ് ടു 3 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ അടുത്ത എന്താ ഇവിടെ ഉള്ളത്? 3 റൈസ് ടു 5 ഇൻറ്റു ഇനി 10നെ ഇതേപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? 2ൻ്റെ ടേബിൾസിലുണ്ടല്ലേ 10. അപ്പോൾ 2 ഇൻറ്റു 5 റൈസ് ടു നമ്മുടെ പവർ 5. ഇനി എങ്ങനെ എഴുതാം നമുക്ക്? 5 റൈസ് ടു 7 ഇൻറ്റു 3 ഇൻറ്റു 2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 5 എന്ന് പറയുന്ന നമ്പർ നമുക്ക് 3ക്കും വേണം, അതേപോലെ തന്നെ 2നും വേണം. രണ്ടിനും വേണ്ടുള്ളതാണ് ഈ 5 എന്ന് പറയുന്ന പവർ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റൈസ് ടു 5 ഇൻറ്റു 2 റൈസ് ടു 5 എന്ന് എഴുതാം. ഇൻറ്റു 5 റൈസ് ടു 3 ബൈ
3 റൈസ് ടു 5 ഇൻറ്റു ഇതും അതേപോലെ തന്നെ നമുക്ക് എഴുതിക്കൂടെ, കാരണം ഈ 2-നും 5-നും വേണ്ടുള്ളതാണ് ഈ എക്സ്പൊണൻ്റായ 5, അതുകൊണ്ട് നമ്മളിങ്ങനെ ഹോൾ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 2 റൈസ് ടു 5 ഇൻറ്റു 5 റൈസ് ടു 5. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് സെയിം ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ മുകളിലും താഴെയും 3 റൈസ് ടു 5 ഉണ്ട്, അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ ഇവിടെയും 2 റൈസ് ടു 5 ഉണ്ട്, ഇവിടെയും 2 റൈസ് ടു 5 ഉണ്ട്, അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി വേറൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാനില്ല, ബാലൻസ് ഒക്കെ ഉള്ളത് നമുക്ക് എടുത്ത് എഴുതാം. 5 റൈസ് ടു 7 ഇൻറ്റു പിന്നെ എന്താ ഉള്ളത് 5 റൈസ് ടു 3 ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട് 5 റൈസ് ടു 5. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ എഴുതാം, ഇവിടെ സെയിം ബേസ് ആണ്, ഡിഫറെൻറ്റ് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ലോ ആണല്ലോ, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ബേസ് എടുത്ത് അതുപോലെ എഴുതുക, എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ 5 റൈസ് ടു 5. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് 5 റൈസ് ടു 10 ബൈ 5 റൈസ് ടു 5. ഇവിടെ ഇനി നോക്കിക്കേ, ഇപ്പം നമുക്ക് സെയിം ബേസ് ആണ്, ഡിഫറെൻറ്റ് എക്സ്പോണൻ്റ് ആണ്, ഡിവിഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ലോ എന്താണ്, എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ആ ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ബേസ് എടുത്ത് അതുപോലെ എഴുതുക, പിന്നെ എന്താ ചെയ്തിരിക്കുന്ന എക്സ്പോണൻ്റ് ടേമിൽ മൈനസ് ചെയ്യണം. അപ്പോൾ 10 മൈനസ് 5 എന്താ കിട്ടുന്നത് 5 റൈസ് ടു 5. കണ്ടോ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മളെടുത്ത് ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് എഴുതാൻ പറഞ്ഞിരുന്നത്. സോ നമുക്ക് 5 റൈസ് ടു 5 എന്ന് തന്നെ ഇട്ടാൽ മതി, കാരണം എക്സ്പൊണൻഷ്യൽ ഫോമിലല്ലേ കാണിക്കേണ്ടത്. ഇപ്പം ഇവാലുവേറ്റ് ചെയ്യാനോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനോ ഒക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആൻസറും കൂടി കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ക്വസ്റ്റ്യനകത്ത് എക്സ്പൊണൻഷ്യൽ ഫോമിൽ ഇട്ടാൽ മതി എന്നായിരുന്നു. സോ നമ്മൾ 5 റൈസ് ടു 5 എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് അല്ലായിരുന്നു കേട്ടോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇവാലുവേറ്റ് എന്നാണ്, ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലായിരുന്നു, ഇതിൻ്റെ ഡിവിഷനായിരുന്നു, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. കണ്ടോ, സിംപ്ലിഫൈ ചെയ്ത് എക്സ്പൊണൻഷ്യൽ ഫോമിലോട്ട് ആക്കാൻ പറഞ്ഞിരുന്നതിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതും ഇതേപോലെ റിസൾട്ട് കണ്ടിട്ട് അത് എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് എഴുതാനാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, 2 റൈസ് ടു മൈനസ് 3 ഇൻറ്റു മൈനസ് 7 റൈസ് ടു മൈനസ് 3. ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാം, ഇത് കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാമെന്ന് തോന്നുന്നില്ലേ. ഏത് ഐഡൻറ്റിറ്റിയാ, ഇത് എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എൻ എം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു എം അല്ലേ. അതായത് ഡിഫറെൻറ്റ് ബേസ് വന്നിട്ട് സെയിം എക്സ്പോണൻ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ കണ്ടോ, ഡിഫറെൻറ്റ് ബേസ് ആണ് ബട്ട് സെയിം പവർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് 2 റൈസ് ടു മൈനസ് 3 ഇൻറ്റു മൈനസ് 7 റൈസ് ടു മൈനസ് 3നെ എങ്ങനെ എഴുതാം, നമുക്ക് 2 ഇൻറ്റു മൈനസ് 7 ദ ഹോൾ റൈസ് ടു രണ്ടിടവും എന്താണുള്ളത് -3. കണ്ടോ, അപ്പോൾ നമ്മൾ അതുപോലെ എടുത്ത് ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത ഇനി എന്താ ചെയ്യേണ്ടത്, 2 ഇൻറ്റു 7 നമുക്ക് 14 എന്ന് കിട്ടും. ഇനി ഇവിടെ എന്ത് സൈൻ ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് എന്താ കിട്ടുന്നത്, -14 റൈസ് ടു ഇവിടെ എന്താ ഉള്ളത് -3. ഇനിയിപ്പോൾ നമുക്കറിയാം ഇത് നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് മാറ്റി വേണം എപ്പോഴും എഴുതാനായിട്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഈ -14ൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി അല്ലേ ഇതിനെ പോസിറ്റീവിലോട്ട് ആക്കാനായിട്ട്. അപ്പോൾ 14ൻ്റെ റെസിപ്രോക്കൽ എന്താണ് -14ൻ്റെത്, 1/-14 അല്ലേ റൈസ് ടു നമുക്ക് എന്തെന്ന് എഴുതാം, 3 എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ഇവിടെ കിട്ടിയത്, 1/-14 റൈസ് ടു 3. അപ്പോൾ ഇത് എക്സ്പൊണൻഷ്യൽ ഫോമിൽ ഇടാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തങ്ങ് നിർത്തിയാൽ മതി. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇതാ ഇങ്ങനെയൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. അതായത് ഇസ് ഈക്വൽ ടു 1³ എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെയാണ് അല്ലേ, 1/-14 റൈസ് ടു 3. ഇങ്ങനെ നമുക്ക് എടുത്ത് എഴുതാം, ഇങ്ങനെയും എഴുതാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയല്ലോ, ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ,
ഇനി നമുക്കിത് വേറെ രീതിയിലും ചെയ്യാം. അതായത് ആദ്യമേ തന്നെ ഇതിനെ പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കിയിട്ട് നമുക്ക് ആൻസറും കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ലോ അപ്ലൈ ചെയ്ത് നേരെ ഇവിടെ വന്നിട്ട് നെഗറ്റീവ് എക്സ്പോണൻറ്റിൽ കിടന്നതിന് പോസിറ്റീവിലോട്ട് ആക്കി എഴുതി അങ്ങ് ചെയ്താൽ മതി. രണ്ട് ചെയ്താലും ഒരേ ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് -3/4 ദ ഹോൾ റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു 2. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ. -3/4 റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു 2. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഫസ്റ്റിലെ ഇത് നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണുള്ളത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതിനെ പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കാം. പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ബേസിൻ്റെ റെസിപ്രോക്കൽ കാണണം. അപ്പം ഇതിൻ്റെ റെസിപ്രോക്കൽ -3/4 എങ്ങനെ എഴുതാം നമുക്ക്? 4/-3 റൈസ് ടു 2. കണ്ടോ? ബേസിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് പറ്റും. ദ ഹോൾ റൈസ് ടു ദ E2. ഇനി എന്താ, നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് a⁻m = 1/a⁻m. ഇതായിരുന്നു നമ്മുടെ ലോ ഇവിടെ അപ്ലൈ ചെയ്ത. അതേപോലെ നമുക്ക് ഇവിടെയും ലോ കാണിക്കണം. എന്തായിരുന്നു ഇവിടുത്തെ ലോ എന്ന് പറയുന്നത്? a⁻m ദ ഹോൾ റൈസ് ടു n = a⁻m × n അല്ലേ? രണ്ട് എക്സ്പോണൻസ് അടുത്തടുത്ത് വന്നാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് രണ്ടും കൂടി തമ്മിൽ നമ്മളപ്പോൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4/-3 ദ ഹോൾ റൈസ് ടു 2 × 2. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 4/-3 ദ ഹോൾ റൈസ് ടു 4 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നമ്മളെടുത്ത് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 4/-3 ദ ഹോൾ റൈസ് ടു 4 എന്ന് വെച്ചാൽ എന്താണ്? 4/4/-3/4 എന്നാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. 4/4 എന്ന് പറയുമ്പോൾ 4 × 4 × 4 × 4 by -3 × -3 × -3 × -3. ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ? ഇതിനെ ഇനി എങ്ങനെ എഴുതാം നമുക്ക്? 4 × 4 × 4 × 4 എത്രയും നമുക്ക് ആൻസർ കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 256 എന്ന് കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ അടുത്തത് എന്താണ്? -3 × -3 × -3 × -3. അപ്പോൾ 3 3s are 9, 9 3s are 27, 27 × 3 എത്ര കിട്ടും നമുക്ക്? 81 എന്ന് കിട്ടും അല്ലേ? ഇനി അടുത്തത് എന്താണ്? നമുക്ക് സൈനാണ് നോക്കേണ്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, നെഗറ്റീവ് സൈനിൻ്റെ നമ്പർ എത്രയാണ്, എത്ര ടൈംസ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. 1 2 3 4 ഈവൻ നമ്പറിലാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഈവൻ നമ്പർ ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തന്നു നമുക്ക് പോസിറ്റീവിലായിരിക്കും ആൻസർ വരുന്നതെന്നുള്ളത്. അതായത് ആൻസറിൻ്റെ കൂടെ എന്ത് സൈനാണ് ഇട്ട് കൊടുക്കേണ്ടുള്ളത്? പോസിറ്റീവ് സൈൻ. അപ്പോൾ ഇവിടെ പ്ലസ് സൈൻ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലേ? കാരണം നമുക്ക് പ്ലസ് സൈൻ ഉണ്ടെന്ന് തന്നെ അർത്ഥം ഇട്ടില്ലെങ്കിലും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 256/81. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഈസി ആയിരുന്നല്ലോ ചെയ്യാനായിട്ട്. നമ്മുടെ ലോയൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ, ഇനി 11th ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k if -2 raised to k + 1 into -2 raised to 3 is equal to -2 raised to 7. അതായത് ദാ ഈ കെയുടെ വാല്യൂ ആണ് നമ്മളടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മളടുത്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? -2 raised to k + 1 into -2 raised to 3 is equal to -2 raised to 7. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കിത് കാണുമ്പോൾ അറിയാം. അതായത് ഇവിടെ സെയിം ബേസുകളാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഈ k + 1 അതായത് ഈ പവറും കൂടി തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും എന്നല്ലേ ഇതിൻ്റെ മീനിങ്. അതായത് പവേഴ്സ് തമ്മിൽ സെയിം ബേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പവേഴ്സ് തമ്മിൽ നമുക്ക് ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടോളെന്ന്. അപ്പം ഈ k + 1
പ്ലസ് 3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം? ഈ പവറായ 7ന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഇതേപോലെ കെയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് സെയിം ബേസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഈക്വൽ സൈനിന് ശേഷമുള്ള ഈ ബേസിൻ്റെ പവറായ 7 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? k + 4 is equal to 7, then k is equal to 7 പ്ലസ് 4നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -4 ആകും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ കെയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? 3 എന്ന്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? k + 1 + 3 is equal to 7 എന്ന്. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കെയ്ക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഞാൻ ഈ കെയ്ക്ക് പകരം അവിടെ 3 ഇട്ട് കൊടുത്തു. 3 + 1 + 3 നോക്കിക്കേ, 3 + 4 3 + 1 4, 4 + 3 7. കണ്ടോ? അപ്പോൾ ഇവിടെയും 7 തന്നെ നമുക്ക് കിട്ടിയത്. കണ്ടോ? അപ്പോൾ രണ്ടിടത്തും നമുക്ക് ഈക്വൽ ആയിട്ട് 7 തന്നെയല്ലേ വന്നത്. ദാറ്റ് മീൻസ് എന്താ അർത്ഥം? അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 തന്നെയല്ലേ വന്നത്. അപ്പോൾ പിടി കിട്ടിയോ ഞാൻ ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്നുള്ളത്? കണ്ടോ? അതായത് ഇവിടുത്തെ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ തന്നെ ആയിരിക്കും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരികയും ചെയ്തു നിങ്ങൾക്ക്. നമ്മുടെ 12th ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ചെയ്യാൻ 2 ⁻⁻1 × 4 ⁻1 ഡിവൈഡഡ് ബൈ 2 ⁻2. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക്? 2 ⁻1 × 4 ⁻1 ഡിവൈഡഡ് എന്നുള്ളത് നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ 2 ⁻2. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കേ, എല്ലായിടത്തും എന്ത് രീതിയിലാണ് കിടക്കുന്നത്? ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇതിനെ എന്തിലോട്ട് അങ്ങ് ചേഞ്ച് ചെയ്യാം? പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് മാറ്റാം. പോസിറ്റീവ് എക്സ്പോണൻറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2 ⁻1 അതിന് പോസിറ്റീവ് എക്സ്പോണൻ്റ് ആക്കാൻ അതിനെ ഇനി ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നാൽ മതി അല്ലേ. എന്നിട്ട് ഇതിന് നമ്മൾ പോസിറ്റീവിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൽ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ പോസിറ്റീവിലോട്ടാക്കാൻ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം. അപ്പോൾ 2 ബൈ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ടിടവും നെഗറ്റീവ് എക്സ്പോണൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിനെ പോസിറ്റീവിലാക്കാൻ ഇവരെ പിടിച്ച് നമ്മൾ താഴെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 2 ⁻1 × 4 ⁻1 എന്ന് എഴുതാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇസ് ഈക്വൽ ടു 2 ബൈ 2 എന്ന് വെച്ചാൽ എന്താണ്? 2 തന്നെയാണ്. ഇൻറ്റു ഇവിടെ നോക്കിക്കേ 4നെ നമുക്ക് എങ്ങനെ 4 എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 തന്നെ. ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എഴുതാം. അപ്പോൾ 2 ബൈ 2 ഇൻറ്റു ഇവിടെ നോക്കിക്കേ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 2ൻ്റെ പവറിലാക്കി എഴുതിക്കൂടെ? നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ ആണ് 4 എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? നമുക്ക് 2² എന്ന് എഴുതാം. ഇനിയിപ്പോൾ നോക്കിക്കേ, നമുക്ക് ഈ 2² ഈ 2² കൂടി കട്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനെ എഴുതാം. 2² എന്ന് വെച്ചാൽ 4 ആണ്, ബൈ 2 ഇൻറ്റു 2² എന്ന് വെച്ചാൽ എന്താണ്? 4 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായാലും ചെയ്യാം. 4 1s are 4, 4 1s are 4. അപ്പോൾ എന്താ ഇവിടെ കിട്ടുന്നത്? 1/2. ഇങ്ങനെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതണമെന്നില്ല. അതായത് നോക്കിക്കേ, 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. അത് കണക്ക് 2 ഇൻറ്റു 4 അത് ഞാൻ അതേപടി എടുത്ത് എഴുതി. അപ്പോൾ 4ഉം 4ഉം ക്യാൻസലായി പോയി. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 1/2. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ഈസി. ഇങ്ങനെ ചെയ്താൽ മതി. കാരണം പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ല 4നെ പിടിച്ച് 2ൻ്റെ എന്താ പറയുന്നത് പവറിലോട്ടൊക്കെ ആക്കി എഴുതാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1/3 the whole raised to -1 minus 1/4 the whole raised to -1 raised to -1. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണെന്ന് അറിയാം. ഫസ്റ്റിൽ ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണ് ഉള്ളത്. നമുക്കതിനെ പോസിറ്റീവിലോട്ട് ആക്കാം. അതിനെന്താ ചെയ്യേണ്ടുള്ളത്? ബേസിൻ്റെ റെസിപ്രോക്കൽ കാണണം. അപ്പം 3/1 raised to 1 എന്ന് എഴുതാം അല്ലേ. മൈനസ് ഇവിടെയും ബേസിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 4/1 raised to 1. കാരണം ഇവിടെ എല്ലാം നെഗറ്റീവിലാണ് കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? a raised to -m is equal to 1/a raised to m എന്ന്.
ഇനി 3/1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 എന്ന് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ 3/1 മൈനസ് 4/1 എന്ന് വെച്ചാൽ 4 തന്നെ. അപ്പോൾ 4/1 -1. ഇനി ഇവിടെ നോക്കിക്കേ, 3/1 എന്ന് വെച്ചാൽ എന്താ? 3 തന്നെ. 3 ഒരു തവണ എഴുതണമെന്നല്ലേ? മൈനസ് 4/1 എന്ന് വെച്ചാൽ എന്താണ്? 4 ഒരു തവണ എഴുതുക. -1. ഇനി 3ന്ന് 4 മൈനസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്, ആണല്ലോ. അപ്പം നമുക്ക് മൈനസ് ചെയ്യുമ്പം നോർമലി 1 ആണ് ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യുന്ന രീതിയിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ -1 സൈൻ ഇട്ട് കൊടുക്കണം. -1. ഇനിയിപ്പോൾ ഇത് നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണുള്ളത്, നമ്മൾ പോസിറ്റീവിലോട്ടാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? -1ൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. -1ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? -1 എന്ന് വെച്ചാൽ -1/1 ആണ്. അപ്പോൾ അത് റെസിപ്രോക്കലിൽ എഴുതുമ്പോൾ 1/-1 എന്നാവും അല്ലേ? -1, പിന്നെ ഇതിനെ പോസിറ്റീവിലോട്ടാക്കി എഴുതണം. കണ്ടോ? അപ്പോൾ നമുക്ക് -1/1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? a⁻m is equal to 1/a⁻m എന്നുള്ള ലോയാണ് അപ്ലൈ ചെയ്തത്. ഇനി ഇവിടെ നോക്കിക്കേ, 1/-1/1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? -1/1 എന്ന് വെച്ചാൽ -1 തന്നെ അല്ലേ? 1/-1 എന്ന് വെച്ചാൽ എന്താ ആൻസർ? -1. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയടിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 8 അല്ല 8⁻1 × 5⁻3/2⁻4 എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ് എക്സ്പോണൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എന്താ ചെയ്യാം? തിരിച്ചിടാം. അപ്പോഴത്തേക്ക് പോസിറ്റീവിലോട്ട് അങ്ങ് മാറും. അപ്പോൾ 2⁻4 ഞാൻ മുകളിൽ കൊണ്ടുവന്നു. ഇത് ഓൾറെഡി പോസിറ്റീവിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ 8⁻1 നെഗറ്റീവ് എക്സ്പോണൻറ്റിൽ നിന്ന് പോസിറ്റീവിലോട്ട് ആക്കാൻ വേണ്ടി ഞാൻ താഴെ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ ലോ അപ്ലൈ ചെയ്യാം. a⁻m is equal to 1/a⁻m എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2⁻4 × 5⁻3 ഈ 8⁻1 എന്നാണ് കിടക്കുന്നത്. 8⁻1 എന്ന് വെച്ചാൽ നമുക്കറിയാം 8 തന്നെയാണെന്ന്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ 8നെ നമുക്ക് 2ൻ്റെ പവറിലാക്കി എഴുതാമല്ലോ. എങ്ങനെയാണ് അത് നോക്കുന്നതാ? നോക്കിക്കേ, 4 2s are 8, 2 2s are 4, 2 1. കണ്ടോ? 2 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻3 എന്ന് എഴുതാം അല്ലേ? ഇപ്പോൾ ദാ ഇങ്ങനെയാണ് വന്നത്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ച് എങ്ങനെ എഴുതാം? നമുക്ക് 2⁻4 × 5⁻3/2⁻3 എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം ബേസ് ഡിഫറെൻറ്റ് എക്സ്പോണൻറ്റ് ഡിവിഷൻ വന്നാൽ നമുക്ക് എക്സ്പോണൻറ്റ് തമ്മിൽ ബേസ് അതേ കണക്ക് എഴുതിയിട്ട് മൈനസ് ചെയ്യാമെന്നുള്ളത് അല്ലേ? അതായത് ദാ ഈ ലോ a⁻m ഡിവൈഡഡ് ബൈ a⁻n is equal to a⁻m - n. അപ്പം ഇവിടെ രണ്ടിടവും സെയിം ബേസ് ആണ്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. 4 - 3 × 5⁻3 എന്താണ്? 3. 5⁻3. ഇനി ഇതെങ്ങനെ എഴുതാം നമുക്ക്? 2⁻4 - 3 എന്ന് വെച്ചാൽ 2⁻1 ആണ്. × 5⁻3. അപ്പോൾ 2⁻1 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 2 × 5⁻3 എന്ന് വെച്ചാൽ 5 3 തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 5 2s are 10, 10 5s are 50, 50 × 5 250. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത് ഇവിടെ? 250. കണ്ടോ? ഇത്രയേ ഉള്ളൂ, പാടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ എക്സാം സ്പെഷ്യൽ ഇത്രയൊക്കെ മതിയും തോന്നില്ല, ഒരുവിധം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊണ്ട് ആൻഡ് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ സ്റ്റുഡൻസ്.